നല്ല പൂവ്. ഇതിൻ്റെ ഇല കാണാനും നല്ല ഭംഗിയുണ്ട്. കുഞ്ഞിപ്പൂവാണ്, എന്നാലും അത് കാണാനൊരു പ്രത്യേക രസം തന്നെ കേട്ടോ. പടച്ചോൻ്റെ പടച്ചോനെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ പോരെ. എന്തെല്ലാം പ്രകൃതിയിൽ ഏതെല്ലാം തരത്തിലുള്ള കളറാണ്, ഏതെല്ലാം തരത്തിലുള്ള പൂക്കൾ, എന്തെല്ലാം ഡിസൈന്, ഇതെല്ലാം എന്ത് ഭംഗിയാണ് കാണാൻ. പ്രകൃതി കൊടുക്കുന്ന നിറം ഇതെല്ലാം ആര് ഡിസൈൻ ചെയ്തു? ചിന്തിച്ചാൽ ഇങ്ങനത്തെല്ലാം ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഇത് കണ്ടില്ലേ, എന്ത് നല്ല പൂക്കൾ. അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറ്. നമ്മളാണെങ്കിലോ മഞ്ഞ കളർ വേറെ വാങ്ങി, പെയിൻറ് വാങ്ങി. ഇത് വേറൊരു മോഡൽ വാഴച്ചെടി കണ്ടില്ലേ, എടുത്ത് വെച്ച പോലെ. എന്തൊരു ഭംഗിയാ കാണാൻ. ഓരോ പൂവിനും അതിന് വേണ്ടുന്ന ചേരുംപടിയായ ഡിസൈനും കളറെല്ലാം ആര് കൊടുക്കുന്നു? മലക്കള, മാലാകമാര, അള്ളാൻ്റെ അടുക്ക് അതിനെല്ലാം ആൾക്കാരുണ്ടാവില്ലേ. കണ്ടില്ലേ, ഇതെല്ലാം പടച്ചോൻ്റെ ഓരോ കഴിവ്. വേറൊരു ഡിസൈൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാണ് സത്യം. നമ്മളെല്ലാം ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷെ ഇത് ഒറിജിനൽ. ഇത് രണ്ട് കളറാ. ഇത് കണ്ടില്ലേ. പക്ഷെ രണ്ടും ഒരേ മോഡൽ ചെടിയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇതൊരു കുഞ്ഞിപ്പൂ കണ്ടില്ലേ, കുഞ്ഞി. അതിനൊരു മഞ്ഞ ഉള്ളിൽ ഒരു മഞ്ഞ കുത്ത് പോലെ ഒരു വേറെ. ഇത് പെട്ടെന്നൊന്നും പാടില്ല, കുറേ കാലം അങ്ങനെ നിൽക്കും. പ്ലാസ്റ്റിക്കിനേക്കാളും നല്ല ഉണ്ടാൽ അതുപോലെ ആയിട്ട് നിൽക്കും. ഇത് നമ്മളെ വെള്ള റോസ. കടലാസ് പൂ കണ്ട? കടലാസ് പൂവിൻ്റെ ഉള്ളിലെ ഡിസൈൻ നോക്കിയാ എന്താ. ഇതെല്ലാം ആര് ഡിസൈൻ ചെയ്തതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ അത്ഭുതം കൊണ്ട് സൃഷ്ടിച്ചതാ. നമ്മൾ മനുഷ്യർ തന്നെ. നമ്മളെ മനുഷ്യരിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങൾ, മനുഷ്യന് ജീവിച്ചു പോകേണ്ട ഓരോ സംവിധാനങ്ങളും നമുക്ക് ഉള്ളിൽ പഠിച്ചു വെച്ചിട്ടില്ലേ, ഓരോ അവയവങ്ങളും. കോഴിച്ചെടി എന്നെല്ലാം പറയും ഇനി. എന്ത് രസാ കോഴിപ്പൂ മാതിരി അതിൻ്റെ പൂക്കൾ ഉണ്ടാവുക. ഇത് എന്താ കോഴിപ്പൂവിൻ്റെ പൂ പോലെയാ. നമ്പ്യാർ വട്ടം എന്ന് പറയും. നന്ദ്യാർ വട്ടം, നമ്പ്യാറല്ല നന്ദ്യാർ വട്ടം. ഈ മുട്ട് വിരിഞ്ഞ് വരുന്നുണ്ട്. പടച്ചോൻ ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ ഈ ലോകത്ത് ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ വകകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണമായാലും വെള്ളമായാലും വായുവും കൊണ്ടും എല്ലാം കൊണ്ടും നിറച്ചിന് മനുഷ്യന്മാർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്. ചിന്തിക്കുമ്പോൾ അത്ഭുതമാണ് റബ്ബിൻ്റെ സൃഷ്ടികളെല്ലാം. ഒരു ഉറുമ്പിന് പോലും ഉണ്ടാവും അവരതായ ഒരു ലോകവും കെട്ടിപ്പിടിക്കുന്ന തിരക്കുകളും. നമ്മൾ വിചാരിക്കും വെറും നിസ്സാരം, ഉറുമ്പെല്ലാം എന്ത് കാലിൻ്റെ അടിയിൽ നമ്മൾ ചവിട്ടി ഇറക്കുന്നു. പക്ഷെ ഒരു ഉറുമ്പ് കൂട് കണ്ടാൽ, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടിട്ടത് മൺകൂന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഉറുമ്പിൻ്റെ മൺകൂനയല്ലേന്ന് വിചാരിക്കും. പക്ഷെ അവരെത്ര പണിയെടുത്തിട്ടാണ് ആ ഓരോ തരി മണ്ണും അവിടെ കൊണ്ടുപോയി കൂട്ടിയിടുന്നു. അവരെ പിന്നിൽ എത്ര അധ്വാനമുണ്ട് ആരും ചിന്തിക്കൂല. അതുപോലെ നമ്മൾ എത്ര പെട്ടെന്ന് ആ വെണ്ണാമ്പലെല്ലാം അടിച്ചു മാറ്റുന്നു. പക്ഷേ അതിലും ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് ഒരുപാട് വകകൾ ചിന്തിക്കാൻ. കാരണം എത്ര പാട് അവർ അധ്വാനിച്ചിട്ടാ ആ ഒരു വല കെട്ടി നെയ്യുന്നു. എല്ലാം ഈ ഭൂമിയിൽ. പക്ഷെ ഒന്നേ ഉള്ളൂ, മനുഷ്യന്മാർക്ക് ഇടങ്ങേറില്ലാത്ത രീതിയിൽ, ഉപദ്രവിക്കാത്ത രീതിയിലെല്ലാം അവർ ജീവിച്ചോട്ട് അല്ലേ. എവിടെയും ഇടങ്ങേറാക്കാത്ത രീതിയിൽ കുഴപ്പമില്ല.
പക്ഷികൾ, എല്ലാ പൂമ്പാറ്റകൾ, എല്ലാവർക്കും ഉണ്ട് അവരുടേതായ ലോകങ്ങൾ.